ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ഞാൻ ആദ്യം തന്നെ താങ്കളെ അഭിനന്ദിക്കാൻ വേണ്ടി ഈ വേദി ഉപയോഗിക്കുകയാണ്. കാരണം നമുക്കറിയാം, രാഷ്ട്രീയ നേതാക്കൾ ഈ വിഷയത്തിൽ പലപ്പോഴും തങ്ങളുടെ മക്കളൊക്കെ പെടുന്ന സാഹചര്യം ഒരുങ്ങിയപ്പോൾ ഇവരെ ന്യായീകരിക്കുകയും കൂടെ ഉണ്ടായിരുന്നവർ കുഴപ്പക്കാരാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുകയും അത്തരത്തിൽ വരുത്തി തീർക്കുകയുമൊക്കെ ചെയ്ത നാടാണിത്. അവിടെയാണ് താങ്കൾ ആർജവത്തോടെ സമൂഹത്തോട് അക്കാര്യം വിളിച്ചു പറയുന്നു, തൻ്റെ മകൻ തെറ്റുപറ്റിയെന്ന് പറയുന്നു. ആ മകൻ പിന്നീട് നല്ല വഴിയിലേക്ക് എത്തിക്കാൻ താങ്കൾ പരിശ്രമിക്കുന്ന സാഹചര്യമൊക്കെയാണ്. എങ്ങനെയാണ് അവസ്ഥയിലൂടെ കടന്നുപോയത്? അത് അറിഞ്ഞപ്പോഴൊക്കെ നമുക്കറിയാം എങ്ങനെ മകനെ സ്വന്തം മകനാണ് സ്വന്തം കൂടെ ജീവിച്ചു വന്ന ആളാണ്. വളരെ പെട്ടെന്ന് ഇങ്ങനെയൊരു കാര്യം വരുമ്പോൾ താങ്കൾക്ക് ആശ്ചര്യം ഉണ്ടായി കാണും, പ്രയാസമുണ്ടായി കാണും. പക്ഷേ അതിനെ അതിജീവിക്കാനും അതിനെ ആർജവത്തോടെ കൈകാര്യം ചെയ്യാനും സാധിച്ചു എന്നിടത്താണ് താങ്കളുടെ വിജയം. എൻ്റെ മകന് മാത്രം ബാധിക്കുന്ന വിഷയമാണെങ്കിൽ ഞാനും ഭാര്യയൊക്കെ കൂടി പറഞ്ഞതങ്ങ് ശരിയാക്കുമായിരുന്നു. ഇത് കേരളം മൊത്തം ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് എന്നെപ്പോലുള്ള ലക്ഷക്കണക്കിന് രക്ഷകർത്താക്കളുടെ വീടുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് ജനമനസ്സുകളിൽ എത്തണം, രക്ഷകർത്താക്കൾ ഉണരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് പരസ്യമായിട്ട് പറയാൻ തയ്യാറായത്. ഉത്തരവാദിത്വം സർക്കാരിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ ഒന്നുമല്ല മക്കളെ വളർത്തുന്നതിന്. രക്ഷകർത്താക്കൾക്ക് ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി. ഇപ്പോൾ 3-4 ദിവസം റെയ്ഡ് ചെയ്തപ്പോൾ 3000 കേസാണോ അതോ 3000 കേസ് ആളുകൾ അറസ്റ്റ് ചെയ്യുക എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 ദിവസം കൊണ്ട് അത്രത്തോളം ആളുകൾ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ ഇതിൽ ഈ വണ്ട് വല ഇറക്കുകയും ചെയ്യും, പ്രാണി കുരുങ്ങുകയും ചെയ്യും. പ്രാണികളാണ് കുരുങ്ങിയതെല്ലാം. ഈ വലിയ വണ്ടുകൾ ഉണ്ട്, അതിനെ തേടി പോയി പിടിക്കാൻ കഴിഞ്ഞാലേ കീഴോട്ട് ഇത് വരാതെ ഇരിക്കൂ. ഇപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞു അതൊരു കോളേജിൽ മകനെ തന്നെ ഉപയോഗിച്ച് അത് പിടിച്ചത്. അതുപോലെ എത്ര എണ്ണമുണ്ട്. എല്ലാ കോളേജുകളിലും ലഹരിയുടെ ഏജൻറ്റ് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ലഹരിയുടെ മെയിൻ ആൾ ഒരു കുട്ടിയെ ഒരു കോളേജിൽ അഡ്മിഷൻ എടുപ്പിക്കും. അത് കഴിഞ്ഞാൽ ആ കുട്ടി അവിടെ ഈ ആളുകളെ എല്ലാം തേടി പിടിച്ച് റെഡിയാക്കും. കുടിക്കാത്തവരെ കുടിപ്പിക്കും, കഴിക്കാത്തവനെ കഴിപ്പിക്കും. അത് കഴിഞ്ഞാൽ ഇത് ആവശ്യം പോലെ അവിടെ വിൽക്കും. അത്ര വലിയ റാക്കറ്റാണ് ഈ കേരളത്തിലെ ഈ ലഹരി എന്ന് പറയുന്നത്. ലഹരിയുടെ തലവനെ തൊടാൻ പോലീസിനും പേടിയാണ്, കാര്യം സ്ഥലം മാറ്റം കിട്ടും. ഭരണക്കാർക്കും പേടിയാണ്, കാര്യം ഫണ്ട് കിട്ടൂല. അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് സ്റ്റേറ്റുകളും അതുപോലെ ആയിരിക്കാം. എന്തായാലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം യുവാക്കൾ നശിക്കുന്നു, അതുപോലെ തന്നെ ഡോക്ടർമാർ, അതുപോലെ എഞ്ചിനീയർമാർ, സയൻറ്റിസ്റ്റുമാർ, ടെക്നോ പാർക്കൊക്കെ ഉള്ള മേഖലകളിലൊക്കെ ഇഷ്ടം പോലെ സെയിലാണ്. ഇവർ പറയുന്നത് ഒരു സെയിൽ മേഖലയാണ്. പിന്നെ തലസ്ഥാനം മാനവീയൻ റോഡ്, അതിനെ അടയ്ക്കണം. അവിടെ ഇത് മാത്രമാണ് നടക്കുന്നതാണ്. അവിടെ ലഹരി കൊടുക്കുന്ന ഒരാൾ എന്നോട് നേരിട്ട് പറഞ്ഞാണ്, സാറേ ഒരു ദിവസം കൊണ്ട് 25 കേസ് പിടിച്ചു തരാം. ഞങ്ങളെ ഭാഷയിൽ സംസാരിച്ചാലേ അതറിയാം, അവർക്ക് പ്രത്യേക ഭാഷയുണ്ട്. ആ തലസ്ഥാനത്ത് മാനവീയൻ റോഡ് അടയ്ക്കണം. അവിടെ നടക്കുന്ന മുഴുവൻ ലഹരിയാണ്. അപ്പോൾ കേരളത്തിൽ ഇത് ഉണർന്ന് പ്രവർത്തിക്കാതെ ഇപ്പോൾ എന്ത് വിഷയം വരുമ്പോഴും ഒന്ന് പ്രതികരിക്കുക, കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് നിർത്തുക, അത് മാറ്റിയിട്ട് ശക്തമായിട്ട് ജനങ്ങൾ, ഇന്നലെ തന്നെ നാട്ടുകാർ പിടിച്ച കേസുകളുണ്ടല്ലോ, നാട്ടുകാർക്കും ആ ഉത്തരവാദിത്തമുണ്ട്. എല്ലാവരും കൂടി ഇറങ്ങിയാൽ ഇത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഈ മകനോട് ഈ വിഷയത്തിൽ സംസാരിച്ചപ്പോഴൊക്കെ ഒരു പ്രതികരണമൊക്കെ എന്തായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇതിന് ലഭ്യത ഒരു പ്രധാന പ്രശ്നമാണല്ലോ. ഇത് അറിഞ്ഞിരുന്നില്ലല്ലേ കുറേ കാലം ഇങ്ങനെ ഒരു അപകടത്തിൽ മകൻ ചെന്നപ്പെട്ട കാര്യമൊക്കെ? ഇല്ല, അറിഞ്ഞിരുന്നില്ല. ഇത് നേരത്തേക്കാണ് പണ്ട് കാലത്ത് ഞാൻ ഈ ഒരുപാട് ആയിരക്കണക്കിന് ആളുകളെ മാറ്റിയിട്ടുണ്ട്. അന്ന് ഈ ചാരായമാണ്, അതൊരു മണമുണ്ട്. ദൂരം വച്ച എനിക്കറിയാതെ ആ ചാരായം കുടിച്ചവനാണ്, പിടിച്ചു വിലക്കും വഴക്കും പറയും അങ്ങ് പറഞ്ഞേക്കും. ഇപ്പോൾ ഇതിനൊരു മണവും ഗുണമൊന്നും ഇല്ലല്ലോ. ഇത് അങ്ങ് അറിയാതെ പിന്നെ ഞങ്ങളൊക്കെ വരുമ്പോഴും പൊതുകാര്യങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ സ്വപ്പം താമസിക്കും. ഞാൻ മുഴുവൻ മകനെ കുറ്റം പറയില്ല, പകുതി രക്ഷകർത്താവ് എന്ന നിലയിൽ എൻ്റെ നോട്ടക്കുറവ് അതിലുണ്ട്. എന്നാലും പറഞ്ഞതനുസരിച്ച് ഈ കോളേജുകളിൽ അഡ്മിഷൻ, അതുപോലെ തന്നെ 20 മിനിറ്റ് കൊണ്ട് 5000 രൂപ അയച്ചു കൊടുത്താൽ 20 മിനിറ്റിൽ ലഹരി കിട്ടും. അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കും, ലൊക്കേഷനും അയച്ചു കൊടുക്കും. ഈ ഭക്ഷണമൊക്കെ ഈ സ്വിഗ്ഗിയൊക്കെ കൊണ്ട് കൊടുക്കുമല്ലോ, അതേപോലെയാണ് ഈ സാധനം കൊണ്ടു കൊടുക്കുന്നത്. ഇത് പോലീസൊന്നും കാണുന്നില്ലേ? ഇവിടെ എന്തെല്ലാം സംവിധാനമുണ്ട്. നർക്കോട്ടിക് സെല്ല്, DYSP, 4-5 ജീപ്പ്, സർക്കിള്, CI, മാസത്തിൽ ഒരു കേസെങ്കിലും പിടിക്കണ്ടേ? അതുപോലെ ബ്ലൈഡ് സെല്ലും ഇതും രണ്ടും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. കാര്യം ബ്ലൈഡ് എടുത്താണ് ഈ പിള്ളേർ വഷളാവുന്നത്. അപ്പോൾ ഇതെല്ലാം എൻ്റെ മോൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കൊണ്ട് വിഷയം പരിഹരിക്കുന്നില്ല. ഇതാനിപ്പോൾ SLC പരീക്ഷ തീരാൻ പോണ്. ആ ദിവസമെങ്കിലും രക്ഷകർത്താക്കൾ ചെന്ന് 2 കൈയും പിടിച്ച് അച്ഛനും അമ്മയായിട്ട് കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരണം. അന്നാണ് അടി നടക്കുന്നത്, അന്നാണ് കുടിച്ചു പഠിക്കുന്നത്, അന്നാണ് അടിക്ക് പകരം അടിക്കുന്ന ദിവസം. ആ ദിവസമെങ്കിലും ഭരണക്കാർ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് നിൽക്കാതെ കുട്ടികളെ അച്ഛനും അമ്മയുമായിട്ട് ഇടത് കൈയിലും വലത് കൈയിലും പിടിച്ച് 1 കിലോമീറ്ററെങ്കിലും നടന്ന് മക്കളെ അഭിമാനത്തോട് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ആ ദിവസം തന്നെ ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ കഴിയും. രക്ഷകർത്താക്കൾ മുമ്പോട്ട് വരണം ഇത് പരിഹരിക്കണമെങ്കിൽ. തീർച്ചയായും അത് പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്.